ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മൾ സുഖമായിരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വീഡിയോ ചെയ്ത് തന്നെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത് തന്നെ. പക്ഷേ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തപ്പോഴത്തേക്കും വീഡിയോ എടുത്തത് അത് ഒരുപാടായി പോകുന്നേ ഉള്ളൂ. കാരണം ഞാൻ അതിനിടയിൽ അടുക്കളയിൽ ഞാൻ ഫുഡെന്ന് പറയുമ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ രാത്രിത്തെ ഡിന്നറുമായിട്ട് ഞാനാ ചെയ്ത് തന്നെ. ഡിന്നറ് പ്രത്യേകിച്ച് ഞാൻ മാത്രമല്ല, എൻ്റെ ഇത്തായും ഞങ്ങളൊക്കെ ചേർന്നാണ് ചെയ്തത് തന്നെ. അപ്പം രാവിലത്തെ ഫുഡ് അതിൽ മസാല പുട്ടാണ് റെഡിയാക്കിയത് തന്നെ. അപ്പം ഞാൻ ഇൻസ്റ്റ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് കണ്ടതാണ്. അപ്പം നമുക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. കുഴപ്പമില്ല. കഴിച്ചവരൊക്കെ പറഞ്ഞു കുഴപ്പമില്ല, നമ്മളിത് ഫസ്റ്റ് ടൈമല്ലേ നമ്മളിതിങ്ങനെയൊക്കെ കഴിക്കുന്നത്, അതിൻ്റെ ഒരു ഇതായിരിക്കും. പക്ഷേ എനിക്ക് കഴിച്ചപ്പോഴും മസാല പുട്ടെങ്കിൽ അതിൽ കറിയും കൂടെ ചേർത്താൽ കൊള്ളാമെന്ന് തോന്നിയായിരുന്നു. അങ്ങനെ കറി ചേർത്താണ് ഞാനും കഴിച്ചത്. നല്ല ഭംഗി. ഞാൻ അതിൽ നിന്ന് കുറച്ച് കറി മാറ്റി വെച്ചായിരുന്നു. അത്രയും എടുത്ത് ചെയ്യുമ്പോഴത്തേക്കും അത് ലാസ്റ്റ് വേസ്റ്റ് ആയാലെന്ന് പറഞ്ഞ് കുറച്ച് കറിയൊക്കെ മാറ്റി എടുത്തായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ കുട്ടികൾക്ക് മദ്രസയിൽ പോകണം. അവർക്ക് മദ്രസയിൽ പോകാൻ വേണ്ടി ടൈം ആയതുകൊണ്ട് അവർ വന്നിട്ട് അവർക്ക് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ ഒന്ന് പകുതിയിൽ പകുതി പുട്ടിന് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടാണ് പോയത് തന്നെ. പിന്നെ അവിടെ ഉമ്മ നമുക്ക് കറിക്കുള്ള അരപ്പ് അവിടെ ഗ്രൈൻഡറിൽ അത് അരച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ ദിവസമല്ലേ, ഞാൻ കറിയൊക്കെ വയ്ക്കുമായിരുന്നല്ലോ, അപ്പം ഉമ്മ എന്തിനും ഇവിടെ കയറി എന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു, നീ സമയം താമസിച്ചിട്ടല്ലേ കയറിയത്, അതുകൊണ്ടല്ലേ ഞാൻ പിന്നെ ഇനിയും താമസിക്കുമല്ലോ പറഞ്ഞിട്ട് കറിക്കുള്ള ഇതൊക്കെ ചെയ്തു തന്നു. ഞാൻ പിന്നെ പറഞ്ഞു, അപ്പം ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഉമ്മ തന്നെ എല്ലാം ചെയ്തോ, അല്ല ഞാൻ പോകണം, നീ തന്നെ ചെയ്തോന്നും പറഞ്ഞിട്ട് ഉമ്മ പിന്നെ അപ്പുറത്തെ സൈഡായി. അപ്പം പിന്നെ അതിന് ശേഷം പിന്നെ കുട്ടികളെയൊക്കെ നമുക്ക് മദ്രസയിലേക്ക് വിടാനായിട്ടുള്ള സമയമായല്ലോ. അപ്പോൾ അവരെ കുറച്ച് അവർക്ക് ഡ്രസ്സൊക്കെ മാറ്റി അവർക്ക് ചായയൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ വീണ്ടും അടുക്കളയിൽ കയറി. ഫസ്റ്റ് നമ്മൾ ഈ മറ്റേ മസാല പുട്ടിനെന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മൾ കടലക്കറിയാണ് ഉദ്ദേശിച്ചത് തന്നെ. അപ്പം അത് കുറച്ച് എണ്ണ ഒഴിച്ച് പിന്നെ നമ്മൾ സവാള, തക്കാളി, പച്ചമുളകല്ല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക്, പിന്നെ എന്താ പറയുന്നത്, നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ മറ്റേ കടല അവിടെ കടല നമ്മൾ സോക്കാൻ അവിടെ വെച്ചിരുന്നേ. അത് രാവിലെ ഇതിനെന്ന് പറഞ്ഞിട്ട് ആവശ്യമുണ്ടല്ലോ. അപ്പം അത് മെയിനായിട്ടുള്ള ആ കടലയാണ് ഈ കറിക്ക് ആവശ്യം. പക്ഷെ കഴിച്ചപ്പോഴത്തേക്കും വലിയ രസം തോന്നിയില്ല. ഒരു എന്താ പറയുന്നത്, നമുക്ക് കറിയും കൂട്ടി കഴിക്കുന്ന ഒരു ടേസ്റ്റ് വന്നില്ല. കാരണം കുറച്ച് മസാല അത് പിടിക്കത്തുള്ളൂ. കാരണം ആ പുട്ടിൽ നമ്മൾ ഇതിട്ട് മിക്സ് ചെയ്തപ്പോഴത്തേക്കും പുട്ടൊക്കെ കട്ട പിടിച്ച് അത് കണ്ടപ്പോഴേ ഒരു എന്തോ പോലെ. പിന്നെ ഞങ്ങൾ മിക്സിയിലിട്ട് ആദ്യം പുട്ടിൻ്റെ മാവ് കുറച്ച് അടിച്ചതിന് ശേഷം പിന്നെ മസാല ഇട്ട് ഇതാക്കിയപ്പോഴത്തേക്കും പിന്നെ അതങ്ങനെ വന്നായിരുന്നു. പിന്നെ ഞാൻ അത് ടൈം ലാപ്സിൽ ഇട്ടിട്ട് പെട്ടെന്ന് വീഡിയോ തീർക്കാനുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നേരമായപ്പോൾ. പിന്നെ അതിൽ നിന്ന് വീണ്ടും കുറച്ചും കൂടെ കട്ട് ചെയ്ത് സ്പീഡാക്കിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം ആ പിന്നെ എന്തോ പറയാൻ, ബാക്കിയുള്ള കറികളൊക്കെ അവിടെ അതിന് ശേഷമാണ് ബാക്കിയുള്ള ജോലിയൊക്കെ തുടങ്ങുന്നതിന്. ആദ്യം രാവിലത്തെ ഫുഡ് റെഡിയാക്കണമല്ലോ, കൊച്ചു കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് ആദ്യം രാവിലത്തെ ഫുഡാണ് ആവശ്യം. മദ്രസ കഴിയുമ്പോഴത്തേക്കും അവർ വിശന്നിട്ട് വരും.
പിന്നെ ഇതിൽ നമ്മൾ മസാലപ്പൊടി ഇടുന്നതെന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മറ്റേ നമ്മുടെ ഗരം മസാല, പിന്നെ ഇത് എന്താ പറയുക, കുറച്ച് ചിക്കൻ പൊടിയാണ് ഇട്ടായിരുന്നു. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് വരട്ടെ എന്ന് പറഞ്ഞിട്ട്. ചിലരിടുമായിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ഇടുമെന്ന് തോന്നുന്ന അത്. അപ്പോൾ കറി നമ്മൾ പുട്ടിൻ്റെ കൂടെ കറി കൂട്ടി കഴിച്ചപ്പോഴത്തേക്ക് കൊള്ളായിരുന്നേ. പിന്നെ അതിനിടയിൽ അവിടെ മലക്കറി, ഉച്ചക്കത്തേക്കുള്ള മലക്കറിയും പിന്നെ അവൾ കറിക്കുള്ള അരപ്പും അതൊക്കെ അവിടെ നമ്മളൊരു എന്താ പറയാൻ, പാത്രത്തിൽ മാറ്റി വയ്ക്കുകയാണ്. അതൊന്നും പിന്നെ ഞാൻ എടുത്തില്ല. അപ്പോൾ ഇത് നമ്മൾ മസാല ഇതിനെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, കട്ട പിടിച്ചായതുകൊണ്ട് പിന്നെ എൻ്റെ മൂടൊക്കെ പോയി, ഞാൻ തളർന്നു പോയി. ഉമ്മ എന്നെ കൊല്ലും. ഉമ്മക്കെന്ന് പറയുമ്പോൾ ഉമ്മയുടെ അടുക്കള ആർക്കും വിട്ടു കൊടുക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഉമ്മ എപ്പോഴും പറയും എനിക്ക് വയ്യ, ഇനി നിങ്ങൾ ചെയ്യുന്നതൊക്കെ പറയും. നമ്മൾ കയറുമ്പോഴത്തേക്കും ഉമ്മക്ക് അവിടെ നിന്ന് തുടങ്ങും. അങ്ങനെ ഞങ്ങൾ കയറുമ്പം ഞങ്ങൾക്കറിയാവുന്ന ജോലിയൊക്കെ ഞങ്ങൾ ചെയ്യും. പക്ഷേ എനിക്കിഷ്ടം വെറൈറ്റി ചെയ്യുന്നതാണ്. ബാക്കിയുള്ളവരെപ്പോഴും ഇടിയപ്പം, അപ്പം, ദോശ ഇതൊക്കെ ചെയ്യും. ഞാൻ പറയും നമുക്ക് വെറൈറ്റി ചെയ്ത് നോക്കാം, എന്നാലേ അവരതേ ചെയ്യുള്ളൂ. പിന്നെ ആദ്യത്തെ പുട്ട് നല്ല കണ്ടിട്ട് നല്ല രസമാണെന്ന് തോന്നിയില്ലല്ലോ. അതുപോലെ അടുത്ത പുട്ടും ബാക്കിയൊക്കെ ചെയ്തതൊക്കെ കുഴപ്പമില്ലായിരുന്നു. അതിനിടയിൽ താത്തായും കുട്ടികൾക്കും പിന്നെ എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നതിന് അടുത്ത തിരക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വീട് തൂക്കാനും തുടയ്ക്കാനും ചെയ്തത് തന്നെ. പിന്നെ അതിനുശേഷം പിന്നെ മോനെയും കൊണ്ട് നഴ്സറി പോകാനായിട്ട് അവർക്ക് അംഗൻവാടി വെക്കേഷൻ ആണെങ്കിൽ അവർക്ക് അതൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നേ. ഞാൻ അത് അന്നെന്നുള്ളത് ഞാൻ അന്നൊന്നും ചെയ്യത്തില്ല, അത് ഞാൻ പിന്നീട് പതുക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഉമ്മ നല്ലവണ്ണം പറയും, നിനക്ക് അവൾ എൻ്റെ താത്ത വന്നിട്ട് വെയിലത്ത് നിന്ന് മടക്കി വയ്ക്കും, ഞാൻ അത് അവിടെ നിന്ന് എടുക്കത്തില്ല, അതവിടെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോഴാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. കുറച്ചൊരാവശ്യമായിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് ചുമ്മാ ഒന്ന് കയറി, അല്ല ചുമ്മാ കയറിയതല്ല, ഷോപ്പിങ്ങിനായിട്ട് കയറിയാണ്. നമുക്കുള്ള എടുക്കേണ്ടത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരുപാട് നേരം നിന്നില്ല. പിന്നെ അന്നത്തെ ഫുഡ് നമ്മൾ കഴിച്ചില്ല. അവിടെ നിന്ന് പിന്നെ ജ്യൂസും ഇതൊക്കെ കഴിച്ചതുകൊണ്ട് പിന്നെ നമുക്കത് മതിയാക്കി. പിന്നെ വേറെ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. പിന്നെ
പിന്നെ ഇത് നമ്മൾ അത് ഏത് റോസ്റ്റഡ് വീട്ടിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചിക്കനൊക്കെ മേടിച്ച് പിന്നെ അതിനായിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ്. അങ്ങനെയാണ് ലെങ്ത് കൂടിയത് തന്നെ ഈ 2 ഡിഷും ചെയ്തപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബാക്കിയൊന്നും കാണിക്കാത്തത്. ഇതൊക്കെ സ്പീഡിലാണ് നമ്മൾ ബാക്കിയുള്ളതെല്ലാം ചെയ്യുന്നത് തന്നെ. ചിക്കൻ കഴുകുന്നതും അതിന് മസാല ഇടുന്നതും അതിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചതും എല്ലാം സ്പീഡിലാക്കിയാണ് ചെയ്തത് തന്നെ. പിന്നെ ഈ ബ്രോസ്റ്ററിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് അയച്ചാൽ മതി. ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാനത് എടുത്ത് വെച്ചത് അതൊന്ന് ഇതാക്കി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇത് ബാക്കിയുള്ള 4 വീട്ടിലും കയറി ഇറങ്ങി എടുത്തതാണ്. ഞങ്ങൾ കുക്കറിലാണ് ചെയ്തത്. ഇവളും കുക്കറിൽ ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് അത് നല്ല പെർഫെക്റ്റായിട്ട് വന്നില്ലായിരുന്നു. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് സൂപ്പറായിട്ട് വന്നത് കഴിച്ചപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം ഞാൻ ഓരോ വീട്ടിൽ കയറി ഇറങ്ങി ലാസ്റ്റ് എനിക്കൊരു വീട്ടിൽ നിന്ന് പണി കിട്ടിയായിരുന്നു, മയോണൈസ് ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങളത് പിന്നെ മയോണൈസൊക്കെ അത് ചെയ്തായിരുന്നു. പിന്നെ ഇടയിൽ ഫുഡ് നമ്മൾ പിന്നെ കടയിൽ നിന്നാണ് മേടിച്ചത്. ഫുഡ് കടയിൽ നിന്നല്ല മേടിച്ചത്, വീട്ടിൽ നിന്ന് ചപ്പാത്തി റെഡിമെയ്ഡ് ചപ്പാത്തി മേടിച്ചിട്ട് അത് വീട്ടിൽ നിന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്തത്. പിന്നെ കുട്ടികളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. ഞാൻ ഇത് കുറച്ച് ദിവസം കൊണ്ട് എടുത്ത് വെച്ചതാ വീഡിയോ ആണ്. അപ്പം ബാക്കി വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കെ, ബായ്.